ബി.ജെ.പിയുടെ കോട്ടയത്തെ സാമന്ത രാജാവായ നേതാവിന്റെ കാര്യം പറഞ്ഞാൽ വളരെ രസമാണ്. പ്രസ്താവനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും എന്ത് കാര്യമാണ് ഉള്ളതെന്ന് നോക്കി നടക്കുകയാണ് പുള്ളി. അങ്ങനെയാണ് ഒരു ദിവസം കേരള കോൺഗ്രസിന്റെ ഏതോ ഒരു നേതാവിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നെ അത് പിടിച്ച് വലുതാക്കലായി ഇദ്ദേഹത്തിന്റെ പണി. പുള്ളി ആ പ്രസ്താവനയിൽ പിടിച്ചങ്ങ് കയറി. ഇതിനിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആരുടെയും പ്രസ്താവന കാണത്തുമില്ല, കണ്ട മട്ടുമില്ല. അതെങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ പ്രാദേശികമായി ശക്തിയുള്ളവരോട് വേണ്ട ഏറ്റുമുട്ടാൻ, മറ്റുള്ളവരോടെല്ലാം ചില്ലറ ചില്ലറ കടപ്പാടുകൾ ഉള്ളത് കൊണ്ട് അവരെ എല്ലാം ഒഴിവാക്കും. മാത്രമല്ല, കോട്ടയത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ മാണി ഗ്രൂപ്പിനോട് തന്നെ ഏറ്റുമുട്ടിയേ പറ്റൂ എന്ന് ഇദ്ദേഹത്തിന് അറിയാം. കേരള കോൺഗ്രസ് നടത്തുന്ന റബ്ബർ സമരം ഇദ്ദേഹത്തെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. സമരത്തിന് ആമുഖമായി നടത്തിയ പത്രസമ്മേളനത്തിന് ഇത്രയും പറഞ്ഞെങ്കിൽ വലിയ പെരുന്നാളിന് ബാപ്പ എന്ത് ചെയ്യും? കേരള കോൺഗ്രസ് ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ പോയിരുന്ന് സമരം ചെയ്യണമെന്നാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. സത്യത്തിൽ കേരള കോൺഗ്രസ് സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയല്ലേ? പ്രത്യേകിച്ച് നിർമ്മല സീതാരാമനെതിരെ. 5-8 വർഷം മുമ്പ് റബ്ബർ വില ഉയർത്തണമെന്ന് പറഞ്ഞ് ജോസ് കെ മാണി കോട്ടയത്ത് നിരാഹാരം കിടന്ന വിവരം ആരും മറന്നിട്ടില്ല. JP നദ്ദയുടെ അഭ്യർത്ഥന പ്രകാരം നിരാഹാരം അവസാനിപ്പിച്ച് ഡൽഹിയിലെത്തി. കർഷകർക്ക് വേണ്ടി നിവേദനം നൽകിയ ജോസ് കെ മാണിയെ ആക്ഷേപിച്ച് ഇറക്കി വിട്ടത് അന്നത്തെ വാണിജ്യ വകുപ്പ് മന്ത്രിയായിരുന്ന നിർമ്മല സീതാരാമൻ തന്നെയായിരുന്നു. വാണിജ്യ മന്ത്രിക്ക് എന്നും പ്രിയം ടയർ വ്യവസായികളോടാണ്, കർഷകരോടല്ല. ടയർ ലോബി നയിക്കുന്നവരുടെ പവറും പത്രാസും. പാവപ്പെട്ട റബ്ബർ കർഷകരുണ്ടോ? ഭൂമിയിൽ സ്വന്തമായി ടാപ്പ് ചെയ്യുന്നവർക്കൊന്നും അതിന്റെ മണമല്ലാതെ പത്രാസിന്റെ മണമില്ല. ഒരു മന്ത്രിക്ക് നിവേദനം നൽകിയിട്ട് ഇറങ്ങുമ്പോൾ പത്രക്കാർ ചോദിച്ചാൽ മന്ത്രി പരിഗണിക്കാമെന്നല്ലാതെ പരിഗണിക്കില്ലെന്ന് പറഞ്ഞു വന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് പറയാൻ സാധിക്കും? ജോസ് കെ മാണി നടത്തിയ പ്രസ്താവന തെറ്റാണെന്ന് പറയാൻ പ്രത്യേകം പത്രസമ്മേളനം വിളിച്ച നിർമ്മല സീതാരാമൻ കേന്ദ്രത്തിൽ ഇരിക്കുന്നിടത്തോളം ഈ കൊച്ചു കേരളത്തിലെ റബ്ബർ കർഷകർക്ക് ഒരു ഗുണവും കിട്ടുകയില്ലെന്ന് ഇവിടുത്തെ കേരളത്തിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. കേന്ദ്ര സർക്കാരിന്റെ റബ്ബർ ബോർഡ് ദിനംതോറും ഉച്ച കഴിഞ്ഞ് പ്രസിദ്ധീകരിക്കുന്ന റബ്ബർ വില ഈ നേതാവ് പരിശോധിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് മാണിയുടെയും മകൻ ജോസിന്റെയും തറവാട്ടിരിക്കുന്ന കോട്ടയത്തെ കൂടിയ വിലയും മറ്റൊന്ന് BJP ഭരിക്കുന്ന ത്രിപുരയിലെ കുറഞ്ഞ വിലയും, രണ്ടും തമ്മിലുള്ള വിലയും അതിലെ അന്തരവും ഇദ്ദേഹം ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ന്യായമായും കുറഞ്ഞ വിലയുള്ള ത്രിപുര മാർക്കറ്റിൽ നിന്ന് വ്യാപാരികളും വ്യവസായികളും റബ്ബർ വാങ്ങും. അത് സ്വാഭാവികം. കേരളത്തിലെ റബ്ബർ കർഷകരെ എങ്ങനെ തകർക്കാം എന്നുള്ളതിന്റെ ചെറിയ ഒരു ഉദാഹരണം മാത്രമാണിത്. BJP നേതാവ് ഇനിയും ഇത് കണ്ടില്ലെന്ന് നടിക്കരുത്. ഇങ്ങനെ ഇരട്ട വില ദിവസവും പ്രഖ്യാപിച്ചിട്ട് കേരളത്തിലെ റബ്ബർ കർഷകരെ രക്ഷിക്കുന്ന BJPയുടെ അടവ് നയം അത് ഒന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. ഏതെങ്കിലും കുട്ടികൾക്ക് ഗവേഷണ വിഷയമാക്കാം. ഇത് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് KM മാണി തന്റെ അവസാന ബഡ്ജറ്റിൽ റബ്ബർ വില സ്ഥിരതാ ഫണ്ട് അനുവദിച്ച് അന്ന് കർഷകരെ പിടിച്ചു നിർത്തിയത്. റബ്ബർ പാലും ഒട്ടുപാലും ചിരട്ടപ്പാലും വള്ളിപ്പാലും റബ്ബർ ബോർഡിന്റെ ഇരട്ടത്താപ്പ് മൂലം വിലക്കുറവുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വില കൂടുതലുള്ള കോട്ടയത്ത് എത്തിച്ച് റബ്ബർ വില സ്ഥിരതാ ഫണ്ടിനെ അട്ടിമറിച്ചത് ആരാണെന്ന് കൂടി അന്വേഷിക്കുന്നത് നല്ലതാണ്. അതിന്റെ മറവിൽ ലാഭം ഉണ്ടാക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളും ഉണ്ടെന്ന് വിസ്മരിക്കരുത്. ജനങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കുന്നുണ്ട്. ഒരു നാൾ അവർ പ്രതികരിക്കാതിരിക്കില്ല. ആനയ്ക്ക് ആറാട്ട് നന്നാവണമെന്ന് നിർബന്ധമില്ല എന്നൊരു ചൊല്ലുണ്ട്. ദേവവിഗ്രഹം പുറത്ത് എഴുന്നള്ളിച്ച് ഉത്സവത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും അത് പിണ്ടമിടുന്നത്, മൂത്രമൊഴിക്കുന്നത്. അതുപോലെയാണ് ഈ നേതാവിന്റെ അവസ്ഥ. കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് BJPയുടെ മുദ്രാവാക്യം. എങ്കിലും കോട്ടയം ജില്ലയിലെ കോൺഗ്രസിലെ നേതാക്കന്മാരുമായി ചില പ്രത്യേക സാഹചര്യത്തിൽ ഉരുത്തിരിഞ്ഞ സൗഹൃദത്തിന്റെ ഭാഗമായി ഇദ്ദേഹത്തിന് അവരെ വിമർശിക്കാൻ പരിമിതികളുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹത്താൽ ഭാര്യമാർക്ക് ജോലി കിട്ടിയ നേതാക്കന്മാർക്ക് കോൺഗ്രസിനോട് ഏറ്റുമുട്ടാൻ പേടിയാണ്. ഉമ്മൻചാണ്ടി മരിച്ചുപോയെങ്കിലും നന്ദികേട് കാണിക്കാൻ ഈ നേതാവ് ഒരുക്കമല്ല. കാലങ്ങളായി 25,000 മുതൽ 30,000 വരെ വോട്ട് നേടിയിരുന്ന പാലാ നിയോജക മണ്ഡലത്തിൽ 2021 തെരഞ്ഞെടുപ്പിൽ പ്രമീള ദേവിക്ക്, അതായത് BJP സ്ഥാനാർത്ഥിക്ക് 9,000 വോട്ടായി ചുരുങ്ങാനുള്ള കാരണം കോട്ടയത്തെ പ്രാദേശിക BJP നേതാവ് ഒന്ന് വെളിപ്പെടുത്തണം. ഇദ്ദേഹത്തോട് ഒന്നേ പറയാനുള്ളൂ: വൈദ്യ പോയി ആദ്യം സ്വയം ചികിത്സിക്കാൻ. റബ്ബർ കർഷകരുടെ അന്ത്യം കണ്ടേ നിങ്ങൾ BJPക്കാർ അടങ്ങുള്ളൂവെങ്കിലും KM മാണി വില സ്ഥിരതാ ഫണ്ട് രൂപീകരിച്ച റബ്ബർ കർഷകർക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ വിസ്മരിക്കാൻ സമയമായിട്ടില്ല.